എന്റെ വീട്ടില് ആക്ച്വലി ആരും ബിസിനസ്സുകാരല്ല. ഏ ബിസിനസ്സുകാരല്ല. ഓ അവരെല്ലാരും ഇപ്പൊ എന്താ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊരു പ്രൈവറ്റ് ഫേമിലായിരുന്നു. ഇപ്പൊ കോൺട്രാക്ട് റിലേറ്റഡ് അതിൽ അങ്ങനെ വർക്ക് എടുത്ത് ചെയ്തിട്ടുള്ള ആളാണ്. ബോംബെയിലായിരുന്നു. ഉം. അമ്മയെ സംബന്ധിച്ച് അമ്മ ഹൗസ് വൈഫ് ആണ്. അപ്പം അമ്മയ്ക്ക് പിന്നെ കുറച്ച് സ്റ്റിച്ചിങ് കാര്യങ്ങളിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായിരുന്നു. അമ്മ അത് ചെയ്തിട്ടുമുണ്ട്. അപ്പം അല്ലാതെ ഞാൻ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെ ഒരു ബിസിനസ് ഐഡിയാസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നും ഞാൻ വീട്ടിലങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഉം. പിന്നെ എൻ്റെ പഠനം പൂർത്തിയാക്കി എനിക്ക് 28ാമത്തെ വയസ്സിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിനോടൊപ്പം വന്നിട്ട് ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ആവുന്നത്. ഓക്കെ. അത് റിയൽ എസ്റ്റേറ്റിലാണ് എൻ്റർ ആവുന്നത്. രാഹുൽ നേരത്തെ മുതൽ ബിസിനസ്സിൽ തന്നെയാണ്. അല്ല, ആ പ്രായത്തിൽ തന്നെയാണ്. ആളും ഇതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ കല്യാണം കല്യാണം ഓക്കെ. കഴിഞ്ഞിട്ട് എടുത്തൊരു ഡിസിഷൻ ആണ് ശരിക്കും ബിസിനസ് എന്നുള്ളത്. ബിസിനസ്സിലേക്ക് തുടങ്ങാം എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതിൽ ഞാൻ കൂടെ കൂടിയതാണ്. ഉം. കൂടെ കൂടി അപ്പൊ എനിക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തു. ഉം. അപ്പൊ എൻ്റെ ഡിഫറെന്റ് ഫീൽഡാണ്. ഞാൻ ആ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക്. അപ്പം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ട് തന്നെയാണ് ആളിനോടൊപ്പം കൂടി ഉം. എനിക്കിത് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ അതിലേക്ക് ഇൻപുട്ട് കൊടുക്കാന്ന് വെച്ചിട്ടാണ് കയറിയത്. ഓക്കെ. പിന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് എന്നാലാവുന്ന കാര്യങ്ങളും ഞാൻ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അല്ല, വീട്ടിലാരും ബിസിനസ് ബിസിനസ് ഇതായിട്ടൊന്നും ഇല്ല. ഇല്ല. എന്റെ വീട്ടിൽ ആരും ഇല്ല. ബിസിനസ് പഠിച്ചിട്ടും ഇല്ല. ബിസിനസ് ആരും പഠിച്ചിട്ടുമില്ല. പഠിച്ചിട്ടും ഇല്ല. ഇല്ല ഇല്ല. ഓക്കെ.